മുസ്ലിം ആവാനുള്ള കാരണം എന്താണ്? അതന്നെ പറഞ്ഞത്, ഇസ്ലാമിലെ തെണ്ടിത്തരം കണ്ടിട്ട്. ഇസ്ലാമിൽ എന്താണ് തെണ്ടിത്തരം ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ മുഹമ്മദ് നബി ഒരു മഹാ തെണ്ടിയായിട്ട് ജീവിച്ച ഒരാളാണ്. അയാളെയൊക്കെ കയറിയിട്ട് നമ്മളിപ്പോ മാനവരിൽ മഹോന്നതൻ എന്ന് വിളിക്കണം പറഞ്ഞാൽ നമുക്ക് സാധിക്കുന്നില്ല. അതന്നെ ആരിഫ് ഹുസൈനെ എന്റെ ഇതേ സൂക്കട് തന്നെയായിരുന്നു പ്രവാചകന്റെ കാലഘട്ടത്തിൽ ജീവിച്ച അബൂജഹലിനെ സൂക്കട്. അബൂജഹലിനെ അറിയാന്നു പ്രവാചകൻ കൊണ്ടുവന്നത് സത്യമാണ്, പരിശുദ്ധമായ ഖുർആൻ സത്യമാണ്, പ്രവാചകൻ വിളിക്കുന്ന മതം സത്യമാണ്. പക്ഷേ അബൂജഹലിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഒരു തകബ്ബുർ. കാരണം ഈ മുഹമ്മദിന്റെ കീഴിൽ പോയിട്ട് ഞാൻ ഇനി സ്വഹാബിയായിട്ട് ജീവിക്കണ്ടേ എന്നുള്ള പ്രശ്നം. കാരണം ഞാൻ ഭയങ്കര വലിയ ഫാമിലിയിലും വലിയ തറവാടിത്തുള്ളവനല്ലേ, എന്നിട്ട് ഞാൻ പോയിട്ട് ഈ മുഹമ്മദിന്റെ കീഴിൽ സ്വഹാബിയായിട്ട് ജീവിച്ച് എങ്ങനെ ഉണ്ടാവും? തന്നെയാണ് ഓൻ്റെ പ്രശ്നം. എടാ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സമ്പത്താണ് ആഗ്രഹിച്ചതെങ്കിൽ, അല്ലെങ്കിൽ കുറേ ആൾക്കാരെ പിടിച്ചിട്ട് പോലെ പറ്റിക്കലാണ് ആഗ്രഹിച്ചതെങ്കിൽ, എടാ മരിച്ചു പോകുമ്പോൾ തൻ്റെ വീട്ടിൽ കൊട്ടാര മാളികകളിലുള്ളിലായിട്ട് സമ്പത്ത് കുനിഞ്ഞുകൂടുമായിരുന്നു. അപ്പോൾ അബൂജഹലിന് എന്ത് മിസ്റ്റേക്ക് പറ്റി? അതിനേക്കാളും ഡബിൾ മിസ്റ്റേക്കാണ് ആരിഫ് ഹുസൈന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. എടാ, സമ്പത്തുള്ള എത്ര ആൾക്കാർ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അബൂജഹലിനേക്കാളും ഡബിളിന്റെ ഡബിള് പ്രശസ്തി കൊണ്ടും കുടുംബ പാരമ്പര്യം കൊണ്ടും സമ്പന്നനായ കോടീശ്വരനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഇന്നത്തെ അമ്പാന്റെ ഒരു 10 ഇരട്ടി, എത്രയോ ഡോളർ മില്യൺ കണക്കിന് എമൗണ്ടിന്റെ അല്ലെങ്കിൽ സമ്പത്തിന്റെ ഓണറായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ആ പ്രവാചകൻ ഈ മതം കൊണ്ട് പ്രശസ്തിയോ അല്ലെങ്കിൽ ജനങ്ങളെ പറ്റിച്ചിട്ട് കുറെ സമ്പത്ത് ഉണ്ടാക്കുക എന്നുള്ള ഒരു ഉദ്ദേശ ലക്ഷ്യത്തിലായിരുന്നുവെങ്കിൽ, എടാ ആ പ്രവാചകനാണ് ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ പാവപ്പെട്ടവൻ. എടാ, കിടന്നുറങ്ങിയത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ശരീരത്തിൽ പാടുകൾ രൂപപ്പെടുന്ന ഒരു പുതപ്പിനുള്ളിലായിരുന്നു. എടാ, ഉറങ്ങിയത് മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന ചെറ്റക്കുടിയിലായിരുന്നു. എടാ, ഭക്ഷണം കഴിച്ചത് 5 സ്റ്റാർ ഹോട്ടലിലെ ഭക്ഷണമല്ല, ഉണങ്ങിയ റൊട്ടിയായിരുന്നു. എടാ, സഞ്ചരിച്ചത് ഹൈ ക്ലാസിക് ബുള്ളറ്റ് പ്രൂഫ് കാറിലൊന്നല്ല, കാൽനടക്കാരനായിരുന്നു. എടാ, എന്താടാ ഒരു പ്രവാചകന് അല്ലെങ്കിൽ ഒരു മതവിശ്വാസി എടാ കള്ളനാണെന്ന്? എടാ, ഇതേപോലെ തന്നെ എടാ ജാഹിലിയ കാലഘട്ടം ഇതേപോലെ തന്നെ പറഞ്ഞേ. എടാ, ഓലെന്നെ വന്നിട്ടടാ ഈ ലീഡറിന്റെ കീഴിൽ സ്വഹാബിയായിട്ട് ജീവിച്ചത്. അപ്പൊ അബൂജഹലിനെ പോലത്തെ കുറെ ആൾക്കാർ ഇന്നും ഇവിടെ പുറപ്പെടും. അതത്ര വലിയ വിഷയമുള്ള കേസൊന്നല്ല. കാരണം പാവപ്പെട്ട കറുകറുത്ത ദരിദ്രനായ ഒട്ടകത്തിന്റെ ചാണകം തിന്ന് ജീവിതം കഴിച്ചു കൂട്ടിയ, മരുഭൂമിയിൽ പാറ കഴിച്ചിട്ട് നഗ്നനായിട്ട് വലിച്ചെച്ചപ്പോഴും പ്രവാചകന്റെ സന്നിധിയിൽ പ്രവാചകന്റെ കീഴിൽ അടിയനായി നിന്ന ബിലാലിൻ്റെയും തല കൊയ്യാനിറങ്ങിയ ഉമറിൻ്റെയും ധനികനായ ഉസ്മാനിൻ്റെയും സത്യവിശ്വാസിയായ പ്രവാചകന്റെ കൂടെ എപ്പോഴും അണിനിരന്ന സിദ്ദീഖിൻ്റെയും എല്ലാവരുടെയും മതമാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. ഇൻഷാ അല്ലാഹ്.